പ്രൈസ് ദി ലോർഡ്. രാവിലെ കാലം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ പ്രീതി മക്കളെ, ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 22-ാം അധ്യായം 3-ാം വാക്യം. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. നോക്കൂ പ്രീതി മക്കളെ, നാം സ്തുതിയും സ്തോത്രവും അർപ്പിക്കേണ്ടത് ആർക്കാണ്? അതായത് ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കേണ്ടത്. കാരണമുണ്ട്, സ്തുതികളിന്മേൽ വസിക്കുന്നവൻ പരിശുദ്ധനാണ്. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ ആരെയാണ് നമ്മൾ ഹല്ലേലൂയ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കേണ്ടത്? എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. അതായത് ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ പരിശുദ്ധനായതുകൊണ്ടും സ്രഷ്ടാവായ ദൈവമായതുകൊണ്ടും ആശ്വാസപ്രദനായതുകൊണ്ടുമാണ് നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. നാം സ്തുതിക്കുന്നത് എന്തിനാണ്? അതായത് സകല അനുഗ്രഹങ്ങൾക്കും വിടുതലിനും ഉപകാരങ്ങൾക്കുമായിട്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. അതുകൊണ്ട് ആ സങ്കീർത്തനം 103-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. നാം അതായത് സകല അനുഗ്രഹങ്ങൾക്കും വിടുതലിനുമായിട്ട് ഹല്ലേലൂയ കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായിരിക്കണം. അടുത്തതായിട്ട് സകല നന്മകൾക്കുമായിട്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. ആവർത്തന പുസ്തകം 8-10 പറയുന്നുണ്ട്, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ പാർക്കുന്ന ദേശത്ത് നമ്മൾക്കുള്ള ഇത്രത്തോളം ദൈവം അത്ഭുതകരമാവണ്ണം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവ് ചെയ്ത സകലതിനും നമ്മൾ നന്മയെ ഹല്ലേലൂയ നന്മകൾ പകർന്നു തന്ന് ആ അപ്പന് നമ്മൾ സ്തുതി സ്തോത്രങ്ങളാൽ എപ്പോഴും മഹത്വം കരയറ്റണം. ഹല്ലേലൂയ. നമ്മെ കൊണ്ടുവന്ന കർത്താവിൻ്റെ ആ സാന്നിധ്യം നമ്മളൊന്ന് ഓർക്കണം. ഹല്ലേലൂയ. വന്ന വഴികൾ നമ്മളൊന്ന് ഓർക്കണം. ഇത്രത്തോളം ദൈവം നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ, വേണ്ടുന്ന നന്മകളൊക്കെ തന്നല്ലോ, അതിന് നമ്മൾ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, നിലനിൽക്കുന്ന നഗരത്തിനായിട്ട്, അതായത് എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു, ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. 13-14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, നമ്മളെ കർത്താവ് നിലനിൽക്കുന്ന നഗരത്തിനായിട്ട് നമ്മൾ ഹല്ലേലൂയ എല്ലാത്തിനും നന്ദി സ്തുതി സ്തോത്രം അർപ്പിക്കണം. നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ നടത്തുന്ന ആ വിധങ്ങൾക്കായിട്ട് നമുക്ക് ഹല്ലേലൂയ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയ മക്കളെ, നമ്മുടെ കഴിവോ മിടുക്കോ ഇതിനൊന്നും ഹല്ലേലൂയ നിലനിർത്താൻ സാധ്യമല്ല. ഹല്ലേലൂയ. അപ്പന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായി തീരണം. ഹല്ലേലൂയ. നോക്കൂ, അടുത്തതായിട്ട് നാം സ്തുതിക്കേണ്ടത് എങ്ങനെ? ഹല്ലേലൂയ. അതായത് പറയുന്നുണ്ടല്ലോ, സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ ആത്മീയ ഗീതങ്ങളാൽ നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. എഫീസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. പ്രിയ മക്കളെ, നോക്കൂ, ഹല്ലേലൂയ എല്ലാറ്റിനും എല്ലായ്പ്പോഴും നമ്മൾ സ്തോത്രം ചെയ്യണം. അതായത് നമ്മൾ സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ ആത്മീയ ഗീതങ്ങളാൽ കർത്താവിനെ പാടി ആരാധിക്കുന്നവരായി നമ്മൾ മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യേണ്ടത്. നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ നിന്ന്
നമ്മൾ ഹല്ലേലൂയ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവം ചെയ്ത സകല ഉപകാരങ്ങളും നമ്മളൊന്ന് ഓർക്കണം പ്രിയ മക്കളെ. നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നമ്മൾ എങ്ങനെ ഹല്ലേലൂയ മൗനമായിരിക്കും? കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങളും നമ്മൾ എപ്പോഴും ഓർത്ത് നന്ദി പറയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:16 പറയുന്നുണ്ട്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനു പാടിയും. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കർത്താവിന്റെ വചനം, ദൈവവചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഹല്ലേലൂയ അത് ജീവിപ്പിക്കുന്നതാ, ജീവനും ചൈതന്യം പകർന്നു തരുന്നതാ, നമുക്ക് ഹല്ലേലൂയ നിലനിൽക്കുന്നത് ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ വചനം മാത്രമാണ്. ഹല്ലേലൂയ. അന്ത്യം വരെ നമുക്ക് കർത്താവിന്റെ വചനത്തിനായിട്ട് നമ്മൾ നിലനിൽക്കാം. അത് പാടി ആരാധിക്കുന്നവരായി, കർത്താവിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായി, തരുന്ന ആയുസ്സ് കർത്താവിന് വേണ്ടി ഉപയോഗപ്രദമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രിയ മക്കളെ. കർത്താവ് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ, കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ കഴിവുകൊണ്ട് ഞങ്ങൾക്കൊന്നും നേടുവാൻ സാധ്യമല്ല കർത്താവ് പച്ച. അങ്ങയുടെ സാന്നിധ്യം വേണ്ടും പോലെ അനുഭവിപ്പാൻ, ഞങ്ങളായിരിക്കുന്ന ദേശത്ത് അനുഭവിക്കുന്ന നന്മകൾ ഓരോന്നും അപ്പൻ ചെയ്തു തരുന്നത് മാത്രമാണപ്പാ. അതിനെല്ലാം നന്ദി പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവ് ഓരോ മക്കളെയും അതിപ്രകാരം ജീവിപ്പാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ മക്കളെ, നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവിന് നന്ദിയുള്ളവരായി വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടോടാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ.